ഹായ് ഗേസ്, നമുക്ക് അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തുടങ്ങാം അല്ലേ. മൈമുനുടെയും കുഞ്ഞിൻ്റെയും മരണം അത് തീർത്ത വേദനയിൽ നിന്നും കരകയറാതെ രണ്ട് കുടുംബങ്ങൾ. മൈമുനയും കുഞ്ഞും മരിച്ചത് മുസാഫർ സ്വയം നഷ്ടപ്പെട്ട അവസ്ഥയിലായതൊന്നും കൃഷ്ണ അറിഞ്ഞിട്ടില്ല. മുസാഫറിൻ്റെ അവസ്ഥയെ അറിഞ്ഞാൽ ചിലപ്പോൾ കൃഷ്ണ തനിക്ക് നഷ്ടപ്പെട്ടാലോ എന്ന് സ്ത്രീ ഭയപ്പെടുന്നു. അവളൊന്നും അറിയാതിരിക്കാൻ കൂട്ടുകാരികളും പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ന് മൈമുന മരിച്ചിട്ടുള്ള 40 ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങിൽ മുസാഫറിൻ്റെ കുടുംബത്തിൻ്റെ അസാന്നിധ്യം വല്ലാതെ മുഴിച്ചു നിന്നു. മുസാഫർ ഇപ്പോഴും പഴയ അവസ്ഥയിലായിട്ടില്ല. എപ്പോഴും മുറിയടച്ചിട്ടിരിക്കും. ചിലപ്പോൾ തനിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണാം, ചിലപ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് കാണാം. ഇനിയും അവൻ്റെ ഈ അവസ്ഥ തുടർന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അവനെ നല്ലൊരു മനോരോഗ വിദഗ്ധനെ കാണിക്കാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു. ദിവസങ്ങൾ ഓടി മാറുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മൈമുനയുടെ വീട്ടിൽ മറ്റൊരു അത്യാഹിതം കൂടി സംഭവിച്ചു. ഖദീജ ഉമ്മ മകൾക്ക് കുട്ടിന് മൈലാഞ്ചിക്കട്ടിൽ ഉറങ്ങാൻ പോയി. അതോടെ ആ വീടും നിശബ്ദത കൂടിയ വീടായി മാറി. എപ്പോഴും എല്ലാവരെയും നോക്കി സുബർഗത്തിലെ ഹൂറിയെപ്പോലെ പുഞ്ചിരിച്ചുകൊണ്ട് മൈമുന അങ്ങനെ ഭിത്തിയിൽ തൂങ്ങിയാടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നുണ്ടായ 2 മരണം ആ കുടുംബത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഉപ്പ ഉമ്മച്ചിയുടെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. എല്ലാവരെയും അത്രയധികം തകർത്തിട്ടുണ്ട് ആ 2 മരണം, ഉമ്മയുടെയും മൈമുനയുടെയും. എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? അതുകൊണ്ടൊന്നും 2 ജീവനെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലല്ലോ. അതും ഒരാൾ ഒരുപാട് ചെറുപ്പവും മറ്റൊരാൾ ആ വീടിൻ്റെ നെടുന്തൂണും. 2 പേരും പോയി കഴിഞ്ഞാൽ തറവാട് നിശബ്ദത പൂണ്ട് എപ്പോഴും അങ്ങനെ കിടന്നു. മുസാഫിനെ അവർ നല്ലൊരു മനോരോഗ വിദഗ്ധനെ കാണിച്ചു. അവർ മുസാഫറിനെ പരിശോധിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. നിർവാഹമില്ലാതെ അവർക്കതിന് സമ്മതം കൊടുക്കേണ്ടി വന്നു. കാരണം സ്വയം തിരിച്ചറിയാതെ എത്ര നാൾ എങ്ങനെ കഴിയും? മൈമുനയും കുഞ്ഞും മരിച്ചെന്ന യാഥാർത്ഥ്യം മുസാഫർ ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. അവർ ഇന്നീ ഭൂമിയിലില്ല, അതൊരു സത്യമായി നിലകൊള്ളുകയാണ്. അതിനെ ഉൾക്കൊണ്ട് മുസാഫർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ മതിയാവൂ. അല്ലെങ്കിൽ അതവൻ്റെ ചേതനയെ തകർത്തു. അവൻ പൂർണ്ണമായി മനസ്സ് കൈവിട്ടൊരു ഭ്രാന്തനെ പോലെയായിത്തീരും. ഇപ്പോൾ തന്നെ ഒരു ഭ്രാന്തന് സമം തന്നെയാണവൻ. ആരെയും തിരിച്ചറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഏതോ ഒരു ലോകത്തിൽ ജീവിക്കുന്നു. ദൂരെ മുസാഫറിൻ്റെ വീട്ടിൽ സംഭവിച്ച ദുരന്തമൊന്നും അറിയാതെ കൃഷ്ണ ശ്രീക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവളിൽ ശ്രീയുടെ കുഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ദിവസങ്ങൾ ഓടി മറയുകയാണ്. കൃഷ്ണയെ ഓർക്കുകയായിരുന്നു. മൈമുന ഇപ്പോൾ പ്രസവിച്ച് കാണും. കുഞ്ഞിനിപ്പോൾ 4 മാസമെങ്കിലുമായി കാണും. അറിയാതെ മനസ്സിലേക്ക് ഇക്കാൻ്റെ മുഖം ഓർമ്മ വന്നു. കൃഷ്ണയ്ക്ക് അടുത്ത മാസം ആദ്യമാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വിരലുകൾ വയറിനെ വിഴിഞ്ഞു. തൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ശ്രീയേട്ടൻ്റെ കുഞ്ഞിനെ ഓർത്തപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി ചുണ്ടിൽ വിഴിഞ്ഞു. ഇപ്പോൾ മൈമുനയ്ക്കും കുഞ്ഞിനൊപ്പം ഒരുപാട് സന്തോഷമായിട്ട് കഴിയുകയായിരിക്കും. മൈമുനയ്ക്കും കുഞ്ഞിനുമൊപ്പം തന്നെ എന്നേക്കുമായി മറന്നു കഴിഞ്ഞെന്ന് തോന്നി. ഉള്ളിലെവിടെയോ ഒരു വേദന അരിച്ചിറങ്ങുന്ന അവൾ അറിഞ്ഞു. പ്രാണനായിട്ട് കരുതി സ്നേഹിച്ച പുരുഷനാണ്. എന്നിട്ട് ഇന്ന് എത്രയോ അകന്നു പോയിരിക്കുന്നു തങ്ങൾ 2 പേരും. അത്രയും ഓർത്തപ്പോൾ തന്നെ ഓർമ്മകളെ മുറിച്ചുകൊണ്ട് കൃഷ്ണയുടെ ഫോൺ ബെല്ലടിച്ചു. അവൾ ഫോൺ എടുത്തു നോക്കി. ശ്രീയേട്ടനാണ്. അവിടെ മുഖത്ത് സന്തോഷം വല്ലാതെ തിരതല്ലി. അടുത്ത മാസം ഡേറ്റ് എടുത്തിരിക്കുന്നത് കൊണ്ട് ഓഫീസിലിരുന്നാലും ശ്രീക്ക് മനസ്സമാധാനമില്ല. എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും അടുത്തുണ്ട്. ഒരു വിളിക്കപ്പുറത്ത് അമ്മയും അച്ഛനും അമ്മായിയും അമ്മാവനും എല്ലാവരുമുണ്ട്. എന്നാലും ശ്രീക്ക് ആപ്പാടെ ഒരു മനസ്സമാധാനക്കേടാണ്. ഇനിയും കുറച്ച് ദിവസമുള്ളത് കൊണ്ട് ഓഫീസിൽ ലീവ് പറഞ്ഞിട്ടില്ല. കൃഷ്ണ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ വല്ലാത്ത നടുവേദനയും കാലുകടച്ചിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കൃഷ്ണ ഉള്ള ജോലികൾ പെൻഡിങ് ഇടാതെ ചെയ്തു തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കും. പിന്നെയും വന്നിരുന്ന് ജോലി ചെയ്യും. കുറച്ച് കഴിയുന്നത് ശ്രീ ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ നേരെ കൃഷ്ണയുടെ അരികിലെത്തി. അവിടെ കാലിലേക്ക് അവൻ്റെ നോട്ടമെത്തി. നീര് വന്നു വീങ്ങിയ കാല് കണ്ടതും ശ്രീക്ക് നല്ല ദേഷ്യം വന്നു. ഒരുപാട് നേരം കാല് തൂക്കിയിട്ടിരുന്നത് കൊണ്ടാണ് കാല് മുഴുവൻ നീരായിരിക്കുന്നത്. ശ്രീ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. കൃഷ്ണ കണ്ണു മിഴിച്ച് അവനെ നോക്കി. ആള് കലിപ്പ് മൂടാണല്ലോ. എന്താ ഇത്? നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ട് പോയത്? ഒരുപാട് നേരം കാല് തൂക്കിയിട്ടിരുന്ന് ജോലി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? അവളുടെ ചിരിയോടെ ആ മുഖത്തേക്ക് നോക്കി. മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുമന്നിട്ടുണ്ട്.
തൻ്റെ കാര്യത്തെക്കുറിച്ച് കെയർ കൂടുതലാണ്. അതിൻ്റെ പ്രശ്നമാണ്. മതി, എഴുന്നേറ്റേ പോയി കിടന്നേ. ഓരോരോ സ്വഭാവങ്ങൾ. അനുസരണം ഒട്ടുമില്ല. എത്ര പറഞ്ഞാലും ഒരു കാര്യവും കേൾക്കില്ല. പറഞ്ഞല്ല, അവൻ നേരെ വന്ന് കൃഷ്ണയെ പിടിച്ചു കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി കാലെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഒഴിഞ്ഞു കൊടുത്തു. കൃഷ്ണ ചിരിയോടെ ശ്രീയേട്ടനെ നോക്കി. എന്നിട്ട് മനസ്സിലോർത്ത്, ഈ ശ്രീയേട്ടൻ്റെ ഓരോരോ കാര്യങ്ങൾ. 1-ാം മാസം തുടങ്ങിയ കെയറാണ്. അവളോട് ശ്രീ ഒന്നും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും ആദ്യ കുഞ്ഞ് നഷ്ടപ്പെട്ടവർക്ക് രണ്ടാമത്തെ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണെന്നറിഞ്ഞതാണ് അവളെ ഇത്രയും കെയർ കൊടുത്ത് ശ്രീ നോക്കാൻ കാരണം. പക്ഷേ അത് അവളോട് തുറന്നു പറഞ്ഞാൽ പഴയ പല കാര്യങ്ങളും ചികഞ്ഞ് പുറത്തിടേണ്ടി വരും. അതൊന്നും സുഖമുള്ള നല്ല ഓർമ്മകളല്ലല്ലോ. അതുകൊണ്ട് അതിലേക്ക് പോകാൻ ശ്രീക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. തങ്ങളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് ആ കുഞ്ഞും മുസാഫറും ഒരിക്കലും കടന്നു വരരുതെന്ന് ശ്രീക്ക് വല്ലാത്ത നിർബന്ധമുണ്ട്. അതവൻ വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഓർമ്മകൾ പോലും ഇനി അവരുടെ സ്മൃതിപഥത്തിൽ എവിടെയും ഉണ്ടാവരുത്. അതുകൊണ്ടാണല്ലോ മൈമനയുടെ മരണവും മുസാഫറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കൃഷ്ണയെ അറിയാതെ പോയത്. എല്ലാവരും ചേർന്ന് വിദഗ്ധമായിട്ട് അവളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മറച്ചു പിടിച്ചിരിക്കുന്നത്. പക്ഷേ എന്നെങ്കിലും ഇതൊക്കെ അറിയുമ്പോൾ കൃഷ്ണ എങ്ങനെ പ്രതികരിക്കുമെന്ന് ശ്രീ ഉൾപ്പെടെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കാം കൃഷ്ണ ഇതൊക്കെ അറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, ബൈ.